നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. ഇത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസ് കൂടിയാണ്. എല്ലാ പേർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ ജ്യൂസ് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു മാതളപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഫാഷൻ ഫ്രൂട്ട്. നമ്മളിവിടെ 4 ഫാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഫാഷൻ ഫ്രൂട്ട് ആയതുകൊണ്ടാണ് നമ്മൾ 4 എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ഗ്ലാസ് പാല് വേണം. അതുപോലെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര വേണം. ഈ പഞ്ചസാര കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പഞ്ചസാര ഇതിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. പഞ്ചസാര ചേർക്കാതെയും നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാം. ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ ആപ്പിൾ നല്ലപോലെ കഴുകി ഇതിന്റെ പുറമെയുള്ള തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഈ മാതളപ്പഴം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഫാഷൻ ഫ്രൂട്ടും കട്ട് ചെയ്ത് അതിനകത്തുള്ള ജ്യൂസ് നമുക്ക് വെളിയിലെടുക്കണം. ആപ്പിൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഫാഷൻ ഫ്രൂട്ടിന്റെ അകത്തുള്ള ജ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ജ്യൂസ് തയ്യാറാക്കാം. നമ്മൾ മിക്സിയിൽ വെച്ച് നല്ലതുപോലെ അരച്ചാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. അതുപോലെ മാതളപ്പഴവും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ജ്യൂസ് തയ്യാറാക്കാം. അതെങ്ങനെയെന്ന് നോക്കാം. അതുപോലെ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മാതളപ്പഴം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫാഷൻ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കാതെ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാം. പഞ്ചസാര കഴിക്കാത്തവർക്ക് ഈ പഞ്ചസാര ചേർക്കാതെ ഈ ഫ്രൂട്ട്സുകൾ മാത്രം ചേർത്ത് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. നമുക്ക് ഇതിലിപ്പോൾ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഈ പാലും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അത് നമുക്ക് ഇതുപോലെ കുറച്ച് പാല് ചേർത്ത് മിക്സിയിൽ ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി പാലും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സിയിൽ ഒന്നുകൂടി അരച്ചെടുക്കാം. മിക്സിയിൽ കുറച്ച് പാല് ചേർത്ത് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പാലും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ജ്യൂസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ തയ്യാറാക്കിയ ജ്യൂസ് നമുക്ക് ഈ അരിപ്പിൽ വെച്ച് ഇങ്ങനെ അരിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതുപോലെ അരിപ്പ് വെച്ച് നമുക്ക് ഇത് നല്ലതുപോലെ അരിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് എല്ലാം നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. ഏലക്കാപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ജ്യൂസ് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം.
കസ്കസും കൂടി ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ജ്യൂസ് ഈ ഗ്ലാസുകളിലേക്ക് ഒഴിക്കാം. നമ്മുടെ ജ്യൂസ് എല്ലാം നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വെച്ച് മാതളപ്പഴം വരെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. മാതളപ്പഴം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത് ആപ്പിളും മാതളപ്പഴവും അതുപോലെ പാഷൻ ഫ്രൂട്ടും കൂടി ചേർത്തിട്ടാണ് ഈ ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഇത് ആർക്ക് വേണമെങ്കിലും കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ജ്യൂസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.